വെൽക്കം ടു ടെക് വൺ റീഡ്. നമ്മളിന്നൊരു യാത്ര പോകുന്നു. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഫിൽപ്പോനെയാണ് ഉണർത്തുന്നത്. ഇപ്പോൾ ഒരു സമയം ഒരു 5 മണിയായി കാണും. സാറാമോള് തകൃതിയായിട്ട് അയണിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ കോർഫക്കാനിലേക്കാണ്. ഷാർജയിൽ നിന്ന് കോർഫക്കാനിലേക്ക് ഏകദേശം 210 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷെ നമ്മൾ 1.25 മണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്യും. അത്രയും സ്പീഡിലാണ് നമ്മൾ വിട്ടത്. രാവിലെ നമ്മൾ പോകുമ്പോൾ അധികം ട്രാഫിക് ഒന്നുമില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിപ്പോൾ പാസ് ചെയ്യുന്ന മോണ്യുമെന്റ് ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. നമ്മളിപ്പോൾ ആദ്യത്തെ ടണലിലൂടെയാണ് പാസ് ചെയ്യുന്നത്. വെളുപ്പിനെ സമയമായതുകൊണ്ട് റോഡൊക്കെ കാലിയായി കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം സ്പീഡ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഇട്ടാണ് പോകുന്നത്. 138ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റോഡിൽ 120 km/h വരെ പോകാം. പക്ഷെ നമുക്കിവിടെ ബഫർ ഉള്ളത് കൊണ്ട് 140 വരെ പോകാം. അത് മാത്രമല്ല, റോഡിലാരും ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് റെസ്റ്റ് ഏരിയ ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോസറീസ് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രോസറീസ് ഒക്കെ പർച്ചേസ് ചെയ്തു. നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തൊരു ടണലും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഇതും കടന്ന് യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിരാവിലെ ആയതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിൻ്റെയൊക്കെ മൂഡ് വിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ഷോപ്സാണ്. ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഈ വഴിയരികിലൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടണൽസിലൊക്കെ തന്നെ എയർ സർക്കുലേഷന് വേണ്ടി നല്ല ടെക്നോളജിയിലുള്ള ഫാൻസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഫാൻസ് മാത്രമല്ല, ഫയർ സിസ്റ്റംസും ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി മനോഹരമായ മലനിരകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. UAE മറ്റൊരു മുഖമാണ് ഇത്. UAE കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കോർഫക്കാൻ. യാത്ര ചെയ്ത് കുറേ ദൂരം ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പം ഒരു വഴിയരികിൽ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തി ഫോട്ടോകളൊക്കെ എടുത്തു. സീനറീസൊക്കെ കണ്ട് ഒന്ന് നടക്കാൻ കുറച്ച് ദൂരമൊക്കെ ഒന്ന് നടന്ന് ഒന്ന് ആസ്വദിക്കുകയാണ്. സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് വിജനമായിട്ടുള്ള നല്ല ഫ്രഷ് എയറൊക്കെ കിട്ടുന്ന ആ അറ്റ്മോസ്ഫിയറിൽ ഞങ്ങളിങ്ങനെ നിന്ന് കുറച്ച് കൂടുതൽ നേരം ഞങ്ങൾ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന റോഡ്സിലെല്ലാം സ്പെസിഫിക് സ്പീഡ് ലിമിറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന റോഡിന് 40 km/h ആണ്. ഇപ്പൊ ദൂരെ കണ്ടില്ലേ, ബ്രൗൺ ബോർഡ്സും ബ്ലൂ ബോർഡ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ബ്രൗൺ ബോർഡ്സ് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് പ്ലേസുകളും ബ്ലൂ ബോർഡ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ സ്ട്രീറ്റ്സും ആണ്. 13ാം നൂറ്റാണ്ട് മുതൽ ലോകസഞ്ചാരികളുടെ പ്രതീക്ഷ പിടിച്ചു പറ്റിയ ഇടമാണ് കോർഫക്കാൻ. കടൽ കടന്ന് രാജ്യത്ത് അതിക്രമിച്ച് കയറുന്ന പോർച്ചുഗീസ് പട്ടാളത്തിനെ നിരീക്ഷിക്കാനാണത്രേ റാബി ടവർ കെട്ടിപ്പടുത്തിയത്. ആ റാബി ടവറിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള മല കയറാനാണ് ഞങ്ങളിപ്പം അവിടേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ ഹൈക്കിംഗ് താല്പര്യമില്ലാത്തവർക്ക് അവിടെയുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം ആസ്വദിച്ച് പ്രകൃതിയും കണ്ടിരിക്കാം. നേരത്തെ ഈ ടവറിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഈ 4 കിലോമീറ്റർ ട്രെയിൽ കയറെങ്കിൽ പോലും വീണ്ടും വീണ്ടും വന്ന് ഈ ട്രെയിൽ എക്സ്പ്ലോർ ചെയ്യാൻ എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങ് മുകളിൽ നിന്ന് സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും കാണാൻ
അടിപൊളിയാണ്. എന്നാൽ ഇന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ പതിവില്ലാത്തൊരു തിരക്കനുഭവം. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇന്ന് ആ കുന്ന് ഓടിക്കയറാൻ, ആ 4 കിലോമീറ്റർ ഓടിക്കയറാൻ ഇന്ന് അവിടെ ഒരു മത്സരം ഉണ്ടെന്ന് പോലും. UAE-ക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിരാവിലെ ആ ഓട്ട മത്സരത്തിന് കൊടുത്തിരിക്കുന്ന ആ സെക്യൂരിറ്റി സിസ്റ്റവും ആ ഓട്ടക്കാർക്ക് കൊടുക്കുന്ന റിഫ്രഷ്മെൻറ്റ്സും ആ പ്രചോദനവും വളരെ മനോഹരമാണ്. ഈ കാണുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് മത്സരാർത്ഥികൾ സ്റ്റാർട്ട് ചെയ്ത് ആ 4 കിലോമീറ്റർ കുറച്ച് ദൂരം ഈ ടാറിട്ട വഴിയും പിന്നെ ആ കാണുന്ന മണ്ണിട്ട വഴിയെല്ലാം ഓടിക്കയറി ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ 4 കിലോമീറ്റർ കഴിഞ്ഞ് ആ കുന്നിന് മുകളിൽ ചെല്ലേണ്ടത്. ഇങ്ങനൊരു റിമോട്ട് സ്ഥലമായിട്ട് പോലും എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് UAE കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോവർ പാർക്കിംഗ് ഏരിയ ആണിത്. ഇവിടെ ലോങ് ടൈം പാർക്കിംഗ് എന്ന ഉദ്ദേശത്തോടുകൂടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. ദുബൈയിൽ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞ് അല്പം തണുപ്പൊക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ ബൊഗെയിൻവില്ല എല്ലാം പല നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന കാണാൻ തന്നെ ഒരു കാഴ്ചയായിരുന്നു. ചെറിയൊരു തണുപ്പത്ത് രാവിലെ ഈ കയറ്റം ഞങ്ങൾ നടന്നു കയറുമ്പോൾ അതൊരു നല്ല ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ കാണുന്നതാണ് അപ്പർ പാർക്കിംഗ് ഏരിയ. സാധാരണ സമയങ്ങളിൽ ഷോർട്ട് ടേമിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇടാവുന്നതാണ്. കൂടുതൽ സമയം ചിലവാക്കണേ താഴെ തന്നെ പാർക്ക് ചെയ്യേണ്ടതാണ്. ഈ മുകളിലത്തെ വ്യൂ പോയിന്റിൽ നിന്ന് കോർഫക്കാൻ കെട്ടിടങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആ ടൗണ് കാണാൻ വളരെ മനോഹരമാണ്. അങ്ങ് ദൂരെ കാണുന്നത് കോർഫക്കാൻ കണ്ടെയ്നർ ടെർമിനലാണ്. പണ്ട് ഇപ്പോഴും വളരെയധികം ട്രേഡ് നടക്കാൻ ഉപയോഗിക്കുന്ന പോർട്ടാണത്. ഇന്ന് ഈ റണ്ണിങ് റേസ് സംബന്ധിച്ച് റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന ടീം അവരുടെ ആംബുലൻസും അവരുടെ വോളണ്ടിയേഴ്സുമായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഈ റണ്ണിങ് ടീമിന് വേണ്ടത്ര സഹായവും എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് ടീം. കോർഫക്കാനിൽ മാത്രമല്ല, UAE-യിൽ എവിടെ പോയാലും അവിടെ പബ്ലിക് പ്ലേസിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളും ചില റൂൾസും വളരെ കൃത്യമായിട്ട് അവിടെ ബോർഡുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾക്ക് ഈ കയറ്റം കയറാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടോ ആയാസമോ ഇല്ലാതെ അവരത് ഓടിക്കയറുകയും വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടു നിൽക്കുകയായിരുന്നു. ആ റേസിങ്ങിന് പങ്കെടുക്കുന്നവരെ അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അവരാ റൂട്ട് വഴി കയറുന്ന ആ കാഴ്ചയും കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ചു നേരം അവിടെ അങ്ങ് നിന്നു.
ഇത്രയും മലയൊക്കെ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവർക്കും പതുക്കെ വിശക്കാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. അപ്പം നമുക്ക് ഇഡ്ഡലിയുണ്ട്, ബീഫുണ്ട്, ചമ്മന്തിയുണ്ട്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കഴിക്കുക. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട്. കോർഫഗാനിലുള്ള അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതൊരു ആർട്ടിഫിഷ്യൽ വാട്ടർഫോളാണ്. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസുകളുടെ കൂട്ടത്തിൽ ഇതുമുണ്ട്. നല്ല മനോഹരമായിരുന്നു ഇത് കാണാൻ. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് വാട്ടർഫോളൊക്കെ കണ്ടു. കുറേ ഫോട്ടോസൊക്കെ നമ്മളെടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഇതിനടുത്തായിട്ട് നമുക്ക് ഒരു ആംഫി തിയേറ്റർ ഉണ്ട്. അതും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണേ. ആ സ്ഥലം കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഷീസ് പാർക്ക് എന്ന് പറയും. കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഒരു വാക്ക് വേ പോലെ ഒരു കല്ലൊക്കെ പാകിയ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്. അതും ഒരു സാധാരണ കോർഫഗാൻ വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകളെല്ലാം വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. UAEയുടെ വ്യത്യസ്തമായൊരു ടെറൈനാണിത്. രണ്ട് സൈഡിലും മലകളൊക്കെ ആയിട്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ഷീസ് പാർക്കിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമ്മളിങ്ങനെ ഈ കല്ലൊക്കെ പാകിയ റോഡിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഈ കാണുന്നത് ഒരു വാട്ടർഫോളാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വാട്ടർഫോളായത്. പക്ഷേ വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നും ഇത് വാട്ടർഫോൾ കണ്ടാൽ. വാട്ടർഫോൾ വന്നൊരു പോണ്ടിലോട്ട് വീഴുന്നുണ്ട്. അത് വളരെ നാച്ചുറലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോണ്ട് ഇങ്ങനെ ആ പാർക്കിലൂടെ ഇങ്ങനെ ഒഴുകുന്നതായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അത് കാണാനൊക്കെ ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. അത് കാണുമ്പോഴൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. നമുക്കിങ്ങനെ അതുവഴിയൊക്കെ ഇങ്ങനെ ആ റോഡിൽ കൂടെ ഒക്കെ നടക്കാം. ഞങ്ങളിപ്പോൾ നടന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയിലോട്ടാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുന്നത് അൽക്കോർ കയാക്കിലാണ്. ഇതൊരു ഡാമിൻ്റെ അടുത്തുള്ള ഒരു കയാക്കിംഗ് ഏരിയ ആണ്.
ഇവിടെ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് വന്നതാണ്. ഇവിടെ ഒത്തിരി ടൈപ്സ് ബോട്ടുണ്ട്. നമുക്ക് പെഡൽ ബോട്ടുണ്ട്, അല്ലെങ്കിൽ ഡബിൾ കയാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഡോണറ്റ് ബോട്ടുണ്ട്. നമ്മൾ ഡോണറ്റ് ബോട്ടാണ് എടുത്തത്. ഇത് ഏകദേശം 1 hourന് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 4 അഡൽട്സിനും 2 ചിൽഡ്രനും പറ്റും. 250 dirhams ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ അടിപൊളി ടെക് വീഡിയോസും ട്രാവൽ വീഡിയോസും അതുമാത്രമല്ല ഫുഡ് വീഡിയോസും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. ബൈ ബൈ.